അമ്മയ്ക്ക് കൈത പൊന്നോള്. കുളിക്കണ്ടായോ അമ്മക്ക്? കുളിക്കാൻ പാ. എനിക്ക് ഇച്ചിരി ഇങ്ങനെ ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടുവേല ചെയ്ത് എവിടെങ്കിലും പോയി പാത്രം കഴിയാൻ എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കും. പക്ഷെ അവരെ കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇത് ജന്മം കൊടുത്ത ഒരു അച്ഛൻ ഇതുപോലെ ഒരു ദ്രോഹിക്കുന്ന ഒരു ഭർത്താവിന് കൂട്ടു നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും അതിന്റെ മറുപടി പറയണം. അമ്പലത്തിൽ നിന്ന് ചോറ് മേടിക്കും, ഞങ്ങൾ ആഹാരം കഴിക്കും, കാക്കിച്ച് ഉപ്പ്, പിന്നെ പട്ടിച്ച് തിന്നിട്ട് ഇതുകൂടെ കഴിയുമ്പോ ഈ പട്ടിച്ചുകള് പട്ടിണി അടക്കും. ഇത് എവിടുന്നാ തിന്നുന്നേ? മൂക്കി വയ്യാത്ത കുഞ്ഞിന് കാമുകനുണ്ട്, അവീത ബന്ധമുണ്ട്. എവനാന്നോ അനുമോളെ എന്ന് വിളിച്ച് സ്നേഹമുള്ള ഭർത്താവ്. ഇത് കാണുന്നവർ ഇതിന്റെ മറുപടി പറയണം. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ല. ഈ ATM കാർഡിൽ 1026 രൂപയുള്ള ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ ഇങ്ങനെ ഈ എവ ഇറക്കി വിട്ട സാഹചര്യത്തിൽ ഞങ്ങൾ ഇനി ഈ കുഞ്ഞിനെ എങ്ങനെ മുമ്പോട്ട് ചികിത്സയ്ക്ക് ഞങ്ങളുടെ ഒരു നിവൃത്തിയില്ല. പിന്നെ ഇനിയിപ്പോ എന്റെ ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് വീട്ടു ജോലിക്കോ ഒരു കടകളിലോ. ഞാൻ കടകളിൽ നിന്ന് തന്നെ ജീവിച്ചേ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊട്ടാരിക്കരെ തിരക്കാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനു മുന്നേ നമ്മൾ സെർച്ച് ചെയ്തതായിരുന്നു JP അനു അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിന്റെ ഉടമയ്ക്കെതിരെ വന്നിട്ടുള്ള എലിഗേഷൻസിനെ കുറിച്ച്. സ്വന്തം ഭാര്യയ്ക്ക് ആക്സിഡന്റിൽ പറ്റിയ തലക്ക് വലിയ രീതിയിൽ തന്നെ ക്ഷതമേറ്റത് കൊണ്ട് തന്നെ കോമ സ്റ്റേജിൽ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അതൊക്കെ വെച്ചുകൊണ്ട് അയാള് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുകയുണ്ടായത്. ആ പണം സമ്പാദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ നോർമലായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇയാളുടെ കള്ളക്കളികളോ അതുപോലെ ഈ വീഡിയോക്ക് പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഒരുപാട് നാട്ടുകാർ, ഒരുപാട് പേര് ഇവർക്ക് പണം കൊടുത്തു. പണം അയാളുടെ അക്കൗണ്ടിലേക്കാണ് കൊടുത്തത്. ആ ഒരു പണം അയാൾ വിനിയോഗിച്ചതെന്ന് പറഞ്ഞാൽ അയാളുടെ ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ഹോസ്പിറ്റലിലോ കാര്യത്തിനോ പോകാനുണ്ടെങ്കിൽ എന്താണോ നമ്മൾ പണം കൊടുത്തത് അതിന്റെ 1% അല്ലെങ്കിൽ 2%, അതല്ലാണ്ട് അതിന്റെ അപ്പുറം അയാൾ കൊടുക്കാറില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരോട് വാങ്ങിച്ചിട്ടും ഒക്കെയാണ് പോകുന്നത്. ഇയാളുടെ ഈ ചതിയും കാര്യങ്ങളൊക്കെ ഈ കുട്ടിയുടെ അമ്മ തിരിച്ചറിഞ്ഞപ്പോഴേക്കും വളരെയധികം വൈകിയിരുന്നു. കാരണം വെച്ചാൽ ഇതിന് മുന്നേ തന്നെ ഈ ഒരു അമ്മ പുറലോകത്തെ ഇത് അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ അമ്മയെ തന്നെ അയാൾ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. കാരണം അത്രക്കും ഭയങ്കരമായിട്ടുള്ള ക്രൂര മനസ്സിന്റെ ഉടമ തന്നെയാണ് ഇയാൾ. അത് നമുക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ട്, ഭാര്യയുടെ ഈ അവസ്ഥയെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ട് പണം അവനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ അമ്മയുടെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ന്യൂസ് ചാനൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർക്ക് ബിഗ് സല്യൂട്ട്. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പോലുള്ള ആൾക്കാരുടെ സഹായം വേണം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ജീവിച്ചു വേണം ഇവർക്ക് മരുന്നിനുള്ള പൈസ എന്തായാലും കണ്ടെത്താല. ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. കടകളിൽ നിൽക്കുമായിരുന്നു. പിന്നെ അമ്മമാരെ നോക്കാൻ ഞാൻ പത്തനാപുരത്ത് രണ്ടാലുമൂട് എന്ന് പറഞ്ഞൊരു അവിടെ മോള് വീണപ്പോഴും അവിടുത്തെ സാറ് എനിക്ക് 75,000 രൂപ തന്നു പത്മാവതി. അതുവരെ ഞാൻ ഇവന് ബില്ല് അടച്ചത്. ഇവന് വന്ന് ഇവന്റെ ആളുകളെ ഒന്നും 1 രൂപ കൊണ്ട് തന്നിട്ടില്ല അന്ന്. പിന്നെ ഈ മൊബൈലിൽ പൈസ വരാൻ തുടങ്ങിയത് മോള് മെഡിസിറ്റി അഡ്മിറ്റ് ഒരാഴ്ച കഴിഞ്ഞൊക്കെ പൈസ വരാൻ തുടങ്ങി. അതെല്ലാം ഇവനാ വിനിയോഗിക്കുന്നേ. ഇവൻ ബില്ലടയ്ക്കാൻ വരുമ്പോൾ ഈ ATM കാർഡും കൊണ്ട് വരും, തിരിച്ചു പോകും. അതിന് മാത്രം വരും. അല്ലാതെ അനുമോളെ കാണാനോ എടുക്കാനോ ഒന്നും ഒരു ഫോൺ കോൾ പോലും ചോദിക്കുന്നത്. ഞങ്ങൾ 1.5 മാസം മെഡിസിറ്റി എടുക്കുന്നത് ഞാൻ എൻ്റെ മോളും കൂടെ. ഇതുപോലെ വരുന്നവർ ഞങ്ങൾക്ക് ആഹാരം മേടിക്കാൻ പൈസ തരും. അങ്ങനെയൊന്നും ഞങ്ങൾ നേരം വെളുപ്പിച്ചു. 1.5 മാസം ഞങ്ങൾക്ക് മുറി എടുക്കാൻ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ഈ അനുമോളെ സംരക്ഷിച്ച് കൊണ്ടുവന്ന 5 പ്രാവശ്യം ഞങ്ങളെ ഉപദ്രവിച്ചു. എനിക്ക് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ഈ ചാനലിന്റെ മുമ്പിൽ പറയാനുണ്ട്. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ കല്യാണം കഴിച്ചിട്ട് 30 വർഷമായി. ഞങ്ങൾ ഇതുപോലെ ഉപേക്ഷിച്ച് പോവും. 5-6 മാസം പോവും, 5-6 പിന്നെ ആഴ്ച പോവും. എന്നിട്ട് ഒരു ദിവസം വീട്ടിൽ വരും. അങ്ങനെ ഇപ്പൊ 7 വർഷം കൊണ്ട് എൻ്റെ ഭർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് നിൽക്കുക. ഈ ഭർത്താവും കൂടി ഈ മരുമോൻ്റെ കൂടെ നിന്നോണ്ട് ഈ ദ്രോഹം ചെയ്യുന്ന അതും കൂടെ ലോകരെ അറിയണം. ഒരു ജന്മം കൊടുത്ത ഒരു അച്ഛൻ ഇതുപോലെ ഒരു ദ്രോഹിക്കുന്ന ഒരു ഭർത്താവിന് കൂട്ടു നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും അതിന്റെ മറുപടി പറയണം. ഞങ്ങൾക്ക് ഒരു രൂപ തരികയോ ഒരു നാഴികരി അന്വേഷിച്ച് തരികയോ ചെയ്തില്ല. പണ്ടും ചെയ്യത്തില്ല. അത് സാറുമാര് കൊട്ടാരിക്കരി ഒന്ന് അന്വേഷിക്കണം. ഉദയകുമാർ എന്ന അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ഇതുപോലെ വീട്ടിൽ ജോലി ചെയ്തും കഷ്ടപ്പെട്ട് കോടതിയോട് 5 കൊല്ലം നിന്ന് അങ്ങനെ ഗോകുലത്തിൽ ചുറ്റിക്ക് കൊടുത്ത ആ 2 ലക്ഷം രൂപ പോലും അവൻ മേടിച്ച്. മൂക്കി വയ്യാത്ത കുഞ്ഞിന് കാമുകനുണ്ട്, അവീത ബന്ധമുണ്ട്. എവനാന്നോ അനുമോളെ എന്ന് വിളിച്ച് സ്നേഹമുള്ള ഭർത്താവ്. ഇത് ഡോക്ടർമാരെ പൈസ പറഞ്ഞിട്ട് മോക്ക് അവർക്ക് ഇതാവുന്നിടം വരെ നമ്മൾ കാത്തിരിക്കുക. അവർക്ക് സമയം ട്രീറ്റ്മെന്റ് കൊടുക്കുക. വലിയൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിന് നമുക്ക് അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞേ. ഉപദ്രവിച്ച് ഇറക്കിയത്. അവരുടെ പൈസ ഇല്ല. സാർ ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞതിന് ശേഷം ഈ ടൂറ് പോകുന്നേ. ഈ 2 എന്താല്ലേ ഭയങ്കര കഷ്ടായി പോന്ന് ഈ അമ്മയുടെ ഒരു അവസ്ഥ. ഈ അമ്മ അവന്റെ വീട്ടിൽ പോയി നിന്നത് തന്നെ ഈ പെൺകുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അധ്വാനിച്ചിട്ട് ഈ മക്കളെ പോറ്റിയ ഒരു അമ്മയായത്. അതേപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ മരുവോനിക്ക് ഒത്തൊരു ഹസ്ബൻഡാണ് ഈ അമ്മക്കുള്ളത്. മരുവോനിക്ക് ഒത്തൊരു അച്ഛൻ, ഈ പെൺകുട്ടിയുടെ അച്ഛൻ. ഇപ്പൊ മരുവാന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞാൽ മരുവാന്റെ കൂടെ പണം ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും അതിന്റെ ആ ഭാഗത്തേക്ക്, ആ വശത്തേക്ക് അങ്ങ് ചാഞ്ഞിരിക്കുക. ഏതൊരാളും
മക്കളെ ഉണ്ടാക്കി എന്നുള്ള ബന്ധം വെച്ചിട്ട് ഒരിക്കലും അച്ഛനായാലും ഉപ്പയായാലും ആരായാലും മാറുന്നില്ല. അവരെ നന്നായിട്ട് നോക്കണം. നോക്കാൻ അറിയാത്തവരാരും സ്വന്തം പിതൃത്വം അംഗീകരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം വെച്ചാൽ ഈ പെൺകുട്ടിയെ നോക്കുക ഒന്നും ചെയ്തിട്ടില്ല. ആ അമ്മ കഷ്ടപ്പെട്ട് നയിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്. 25 പവൻ കൊടുത്തിട്ട് ഇവനെ കൊണ്ട് കല്യാണം വരെ കഴിപ്പിച്ചു. ഇവർ പറയുന്നുണ്ട് ചിട്ടിയിലും കാര്യങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് 25 പവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ അമ്മ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിലൊന്നും ഈ അച്ഛൻ രംഗത്തേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ മരുവന്റെ അപ്പുറം ഇലിഗേഷൻസ് വന്നപ്പോഴേക്കും അയാൾ വന്നിരിക്കുന്നു പറയാൻ വേണ്ടിയിട്ട്, മരുവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ അമ്മ സങ്കടപ്പെട്ടുണ്ട്, അത്രയും വേദന നിന്നുകൊണ്ടാണ് പറയുന്നത്. കാരണം ഈ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഈ അമ്മേന്റെ കഷ്ടപ്പാട്. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്നെന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നിൽ ഇവർ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാവും. മനസാക്ഷിയുള്ള കണ്ണ് നേരെ നോക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും ഈ അച്ഛൻ മരുവന്റെ കൂടെ കൂടിയിട്ടുള്ള കാരണം തന്നെ. പണത്തിന് വേണ്ടിയിട്ട് അയാൾക്കും പണം വേണം. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായി പോന്ന് ഈ അമ്മയുടെയും മോളുടെയും അവസ്ഥ. കുറേ കാര്യങ്ങൾ ഈ അമ്മ പറയുന്നുണ്ട്. ജോലി ചെയ്തിട്ട് തന്നെയാണ് ഈ അമ്മ ജീവിക്കുന്നത്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമുക്ക് ജോലി ചെയ്യാം, അന്തസ്സായിട്ട് ജീവിക്കാം. അതുപോലെ ജീവിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഈ അമ്മ. ആ ജോലിക്കിടയിലും അതൊക്കെ നിർത്തിവെച്ചിട്ട് ഈ മോളുടെ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് വന്നു. അപ്പൊ ഈ അമ്മ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ മോക്ക് എന്താണോ മോള് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ അമ്മയോട് പറയാറില്ല. കാരണം വെച്ചാൽ അമ്മ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ കയ്യിൽ വരയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ ഒന്നും അനങ്ങുന്നുണ്ടായില്ല. അപ്പൊ ഇയാൾ ക്രൂരമായിട്ട് അടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നുണ്ടാവും, എന്തെങ്കിലും ഒരു അവശത വരുത്തുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ആക്സിഡന്റ് തന്നെ സംഭവിച്ചതിൽ ഇപ്പൊ എന്നെ പോലുള്ള പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് റീഓപ്പൺ ചെയ്തിട്ട് ഇതെന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്നുള്ളത് അറിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് അടിച്ചതോ ഒന്നുമല്ല. ഈ കക്ഷിന്റെ കയ്യിൽ നിന്ന് വണ്ടി സ്ലിപ്പാവുകയോ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതിൽ അയാൾക്ക് തോളിൽ പരിക്കും ഏറ്റിരുന്നു. ഈ കുട്ടിക്കാണ് തലക്ക് ക്ഷതമേറ്റത്. അപ്പൊ എന്താണ് ഈ ഒരു ആക്സിഡന്റിന് പിന്നിലുള്ള അവസ്ഥ ഒന്ന് അന്വേഷിക്കണം. കുറച്ച് ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ അമ്മ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. എടുക്കാൻ നേരം മാത്രം പുള്ളി ഭയങ്കര സ്നേഹം കാണിക്കും. പിന്നെ ഇവ മൂന്നാർ അവിടെ ഇവിടെ എല്ലാം ടൂർ പോയി 6-7 ദിവസം കഴിഞ്ഞാൽ വരുന്നിട്ട് ഈ അനുമോക്ക് എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ അനുമോക്ക ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാനാ നോക്കുന്നത്. അവരുടെ അമ്മയുണ്ട്, എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെ നോക്കുന്നത്. അവരുടെ അമ്മ അടുക്കളയിൽ ഭക്ഷണം വെക്കും, ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യം നോക്കും. അങ്ങനെ അന്നേരം അനുമോൾ അല്ലെങ്കിൽ കഴിച്ചോ, അനുമോക്ക് എങ്ങനെ ഉണ്ട്, വല്ലതും കൊടുത്തോ എന്നൊരു ഫോണിൽ കൂടെ പോലും ഒരു വാക്ക് വിളിച്ച് ചോദിക്കത്തില്ല. ഈ ടൂർ പോകുമ്പോൾ അന്നേരം എൻ്റെ വിചാരം എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും ഈ ചാനൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവനെ നോക്കാനായിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് അവൻ സമയത്ത് ചെയ്യത്തില്ല. നമ്മൾ പിന്നെ മെഡിസിറ്റി കൊണ്ടുപോയി മാസത്തോറും കൊണ്ടുപോകാൻ പറയും പൈസ ഇല്ല. അമ്മയും അച്ഛനെയും വിളിച്ചിട്ട് അച്ഛൻ അവിടെ ചെന്നൊരു 50,000 ചോദ്യം, ഇവിടെ ചെന്ന് ചോദ്യം, അല്ലെങ്കിൽ അവിടുന്ന് കടം മേടിയില്ല അച്ഛൻ. അന്ന് മൊത്തം ബഹളമായിരിക്കും. ഈ മെഡിസിറ്റി കൊണ്ടും ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറയുന്ന മാസങ്ങളിലെല്ലാം തലേന്ന് ഭയങ്കര ബഹളം, പൈസ ഇല്ലെന്നും പറഞ്ഞ്. പിന്നെ കുറെ അവിടുന്ന് കടം മേടിച്ചത് ബ്ലേഡിന് എടുത്തിയെന്ന് പറഞ്ഞ് കുറെ കഴിയുമ്പോൾ അവരുടെ ചിറ്റപ്പിന്റെ മോള് പോയി 30,000 20,000 ഒരാൾ കൊണ്ടു കൊടുത്തിയെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ പല ദിവസവും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പൈസ ഇങ്ങനെ തോനെയും ഈ യൂട്യൂബ് ചെയ്തും നല്ലവരായ നാട്ടുകാർ ജോലി ചെയ്ത പൈസയൊക്കെ ഓരോരുത്തർന്ന് ഇഷ്ടം പോലെ വരാൻ തുടങ്ങിയപ്പോൾ ഇവൻ പിന്നെ ടൂർ പോക്കായി. തേക്കടി വളരെ ഇതിനകത്ത് ഞങ്ങൾ പറയുന്ന കള്ളാണ്. ഇതിനകത്ത് പോസ്റ്റർ ഇട്ടിട്ടുണ്ട് അവൻ തന്നെ. പിന്നെ ഇവൻ 2 കടയിട്ട്, ബോബി ചെമ്മന്നൂരിന്റെ 2 കടയിട്ട് 2 അടുത്തായിട്ട്. പിന്നെ ഇവൻ കോയമ്പത്തൂർ ഇവനൊരു ഓപ്പറേഷൻ പോയപ്പോൾ കരിക്കോടുള്ള ഒരു സ്ത്രീയെ കൊണ്ടാണ് പോകുന്നത്. ആ സ്ത്രീയെ കൊണ്ട് പോയിട്ട് കരിക്കോട് ATM വരെ പൈസ എടുത്തിട്ടുണ്ട്, 10,000, 40,000, 50,000. ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്നുള്ളത്. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിന് അമ്മനേക്കാളും വലിയൊരു പോരാളി ഇല്ല. ഈ അമ്മ അത്രക്ക് മോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അയാളുടെ അമ്മയും ഈ അമ്മയുടെ ഏട്ടത്തിയും ഒക്കെ ചേർന്നിട്ടാണ് ഈ മോളെ നോക്കിയിട്ടുള്ളത്. ഇപ്പൊ ആ മോളെന്നെ ഈ വീട്ടിലേക്ക് കൊണ്ട് ഇവര് തിന്ന ഭക്ഷണത്തിന്റെ ടൈമിലായാലും ഇവർ പറയുന്നുണ്ട് ഭക്ഷണത്തിൽ തന്നെ തുപ്പുകയൊക്കെ ചെയ്യാം, വേണ്ടാത്ത അസഭ്യങ്ങൾ പറയാം. സഹി കെട്ടിട്ടാണ് ഇപ്പൊ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്വന്തം വീട്ടിലേക്ക്. ഇപ്പൊ ഈ വീട്ടിൽ കൊണ്ടുവന്നല്ല, കിടന്നിട്ടുള്ള ആ ഒരു കട്ടിലും കാര്യങ്ങൾ വരെ കൊടുത്തയച്ചിട്ടില്ല അവൻ. അത്രക്കും ദുർവാശിയും ദേഷ്യം. ഈ ആണിന്റെ ദേഷ്യം എന്ന് പറയുന്നത് പെണ്ണിനെ ചവിട്ടിയിറക്കാനുള്ളതല്ല. ഇതിനെതിരെ എന്തായാലും ഇവര് കേസ് കൊടുത്തിട്ട് അവനെ കൊടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. അധ്വാനിച്ചാൽ ജീവിക്കാൻ വേണ്ടി പറ്റും, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയെ നോക്കേണ്ടതുകൊണ്ട് ഈ അമ്മക്ക് അധ്വാനിക്കാൻ വരെ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ ഉള്ളതും പ്രായമായ സ്ത്രീ തന്നെയാണ് ഉള്ളത്. പിന്നെ ഏട്ടത്തി എന്ന് പറയുന്ന അവർക്കും ഭർത്താവിന്റെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയെ നോക്കി എല്ലാ ടൈമും അവർക്കും നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഭയങ്കര കഷ്ടം തന്നെ അവസ്ഥ. ഇപ്പൊ ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സക്കുള്ള മാർഗങ്ങളും ഇല്ല.
ഈ നാട്ടിലെ മെമ്പറൊക്കെ ഇടപെട്ടിട്ട് എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കണം. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പഞ്ചായത്താണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മഹല്ല് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടപെട്ടൊക്കെയാണ് ഓരോ തീരുമാനം എടുക്കുക. അതുപോലൊരു തീരുമാനം എന്തായാലും ഇവരെടുക്കണം. ഇനി എടുക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു ഈ ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നല്ല ഉചിതമായ തീരുമാനം തന്നെ അവരെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവരിലേക്ക് തന്നെ നേരിട്ട് കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. നേരിട്ട് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സഹായിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന പണം ഇതുപോലെ നല്ലൊരു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് മഹത്വം ഉണ്ടാകുന്നത്, മൂല്യം ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഞാനായാലും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളായി കഴിഞ്ഞാലും കഴിയുമെങ്കിൽ ഇവരെ സഹായിക്കാം. എന്നാലാവുന്നത് ഞാനും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഷെയറിംഗ് എങ്കിലും ചെയ്തിട്ട് ഇവരെ പോലുള്ളവരൊന്ന് സഹായിക്കാം. ഇനി അവൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവൻ്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി അവൻ്റെ കാര്യം കോടതിക്ക് വിട്ടുകൊടുക്കുക, പോലീസിന് വിട്ടുകൊടുക്കുക. നമുക്ക് നിയമങ്ങളുണ്ടല്ലോ, ആ നിയമത്തിന് മുന്നിലേക്ക് അവനെ കൊണ്ടുവരിക. ഈ ഒരു അമ്മേൻ്റെ കണ്ണുനീര് ഒരുപാട് ഈ അമ്മ കരഞ്ഞു. ഓരോ റിപ്പോർട്ട് എടുക്കുമ്പോഴും ഈ അമ്മേൻ്റെ കരച്ചിലാണ്. അത് സഹിക്കാൻ പറ്റുന്നില്ല. ഈ മോക്കൊന്നും അറിയുന്നില്ല, ഒന്നും അറിയാത്തൊരവസ്ഥ കണ്ടിട്ട് തന്നെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇതിനെതിരെ എന്തായാലും നിയമ നടപടി തന്നെ എടുക്കുക. അതുപോലെ ഇവർക്കുള്ള സഹായ സഹകരണങ്ങൾ നമ്മളെപ്പോലുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നമ്മളെപ്പോലുള്ളവർ എന്തായാലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ചെയ്യുക. ഇവരെ അക്കൗണ്ടിലേക്ക് നേരിട്ടങ്ങ് ഇട്ടുകൊടുക്കുക. അല്ലാതെ ഇവനെ പോലുള്ള ആൾക്കാർ ചെയ്തിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ട് അവിടുന്ന് അവൻ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അവരുടെ നാട്ടിൽ പോയിട്ടുള്ള നാട്ടുകാരോടോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് ഇവർക്കുള്ള ഒരു സഹായം ചെയ്യാൻ പറ്റുന്നത് അത് ഇത്രയും വലിയ സഹായമാണ്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ നാട്ടിൽ പോവുക. നാട്ടിൽ പോയിട്ട് അന്വേഷിച്ചറിയുക. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാൽ ആകുന്ന സഹായം എന്തായാലും അവർക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.